പരമ്പരാഗത മേഖലയ്ക്കും ആധുനിക വ്യവസായങ്ങൾക്കും പദ്ധതി നടപ്പിലാക്കിയതായി മന്ത്രി കെ.എൻ. ബാലഗോപാൽ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. അംഗീകൃത യുവജന ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആധുനിക വ്യവസായങ്ങളോടൊപ്പം പരമ്പരാഗത മേഖലയ്ക്കും കൃഷിക്കും പ്രാധാന്യം നൽകിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഈ നെടുവത്തൂർ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നല്ല കാർഷിക മേഖലയാണ്, നല്ല നിരന്ന സ്ഥലമാണ്, ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, നല്ല വിദ്യാസമ്പന്നരായ ആളുകളുള്ള സ്ഥലമാണ്. ഇതിനെയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ കാര്യം ചെയ്യാവുന്നതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ സമിതി ചർച്ച ചെയ്തത്. അതിനകത്ത് കൊട്ടാരക്കരയിൽ ഇപ്പോൾ പല വികസന കാര്യങ്ങളുടെയും കേന്ദ്രം ഇവിടെ തന്നെയാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ നമ്മുടെ ആധുനിക വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അശ്വതികളുടെ വലിയ മേഖലയാണ്. ആ മേഖലയെ കുറച്ച് കാര്യങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യുന്ന കമ്പനികളുണ്ട്. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കരയുടെ പ്രധാന വികസന കേന്ദ്രമായി നെടുവത്തൂർ മാറി. സോഹോയുടെ IT പാർക്ക് നെടുവത്തൂരിൽ പ്രൊഫഷണൽ നികുതി വർധനവുണ്ടാക്കി. പരമ്പരാഗത മേഖലകളിലെ തൊഴിൽ സംരക്ഷണത്തിന് ഉന്നതികളിൽ തൊഴിൽ പരിശീലന പരിപാടികൾ നടപ്പാക്കി. അംഗീകൃത യുവജന ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകും. കാർഷിക മേഖല നേരിടുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി. ദിവ്യ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ KS അമൃത കരട് പദ്ധതി അവതരിപ്പിച്ചു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ കരട് പദ്ധതി രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്തു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. കൃഷ്ണകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം KS ഷിജുകുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G. സന്തോഷ് കുമാർ, R. പ്രശാന്ത്, L. ശൈലജ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുജാ ശ്രീകുമാർ, അജിത ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കുളങ്ങര, C. മിനി, K. ജയന്തി, MC രമണി, G. ഉണ്ണികൃഷ്ണപിള്ള, വിദ്യാ വിജയൻ, S. സുനീഷ്, B. സന്ധ്യ, ജലജ സുരേഷ്, K. ഉണ്ണികൃഷ്ണപിള്ള, R. സുധാകരൻ നായർ, ജോഷ്ന ജോൺസൺ, B. അനിൽകുമാർ, D. അനിൽകുമാർ, PL ബിനു, ആനക്കോട്ടൂർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.